അരിക്കാട്ടിൽ നല്ലോണം എന്താക്കിയിട്ടുണ്ട്. ഈ പഞ്ചായത്തിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ വൃത്തിൻ്റെ കാര്യത്തിൽ നല്ല ഇത്ര നല്ലൊരു പഞ്ചായത്ത് കോഴിക്കോട് ജില്ലയിൽ കാണും പ്രയാസം. എന്തെങ്കിലും പോരായ്മയുള്ളതായിട്ട് തോന്നിയിട്ടുണ്ടോ? പോരായ്മ കാണണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാം രണ്ട് കാര്യമല്ലേ, ഒന്ന് റോഡ്, ഒന്ന് വൃത്തി. അതെല്ലാം നമ്മൾ പറയുക. ഭക്ഷണമെല്ലാം നമ്മൾ വാങ്ങുന്നതല്ലേ, അതുകൊണ്ട് അതിന് പോരായ്മ നമുക്ക് പറയാനില്ലല്ലോ. ബാക്കി കാര്യങ്ങളിൽ അഴിമതിയും കാര്യമൊന്നുമില്ല. പഞ്ചായത്തിൽ ചെന്നാൽ പെട്ടെന്നല്ല സംഗതി നടക്കുന്നുണ്ട്. അതല്ലല്ലേ, അതിലപ്പുറം നമുക്കെന്തില്ല. പിന്നെ എനിക്ക് നിങ്ങളെ പറ്റിയിട്ടുണ്ട് രണ്ട് പറയാറുണ്ട്. പറഞ്ഞൂടിയിൽ പറയാൻ പറ്റൂലേ. നിങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ മാധ്യമങ്ങളാണല്ലോ കൂടുതലായിട്ട് എന്താക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ മാധ്യമങ്ങളായി ചിന്തിയിട്ട് എടുത്തിട്ട് എന്തായി കളിയാ ഒരു പരദൂഷണം പറയാന്ന് പറയുന്നില്ലേ. അത് പഴയ ആൾക്കാർ പറയുന്നത് കേൾക്കലുണ്ട്. അങ്ങനെ പരദൂഷണം പറഞ്ഞിട്ട് അതിനെന്തായി കളിയാ ഭരണത്തിനെയൊക്കെ താറടിച്ച് കാണിച്ചിട്ട് നിങ്ങൾ എന്തായി കളിയാ തമ്മിൽ ജനങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താക്കുക, ഒരടിപ്പിക്കുന്ന ഒരു കോലത്തിലേക്ക് മാധ്യമങ്ങൾ നല്ല കാര്യങ്ങൾ എടുക്കുവാൻ എന്താകുന്നില്ല, മാധ്യമങ്ങൾ മുൻകൈ എടുക്കുന്നില്ല. നല്ല ഉണ്ടല്ലോ നല്ല കാര്യങ്ങൾ, പല നല്ല കാര്യങ്ങളും അതിനല്ല നിങ്ങൾ കൂടുതൽ ഉണ്ടാക്കുന്നത്. കൂടുതൽ നിങ്ങൾ താല്പര്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പ്രശ്നങ്ങൾ ഇത് എന്താണോ ഒരു ഇപ്പോഴത്തെ ഇതില്ലേ നമ്മളെ മരണപ്പെടുന്ന കാര്യങ്ങൾ, അതുപോലെ തന്നെ ഈ ഉമ്മൻചാണ്ടിയുടെ പ്രശ്നത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിക്കളയുന്നത് നിങ്ങളാ കൂടുതൽ ദോഷം ചെയ്യുന്നുള്ളൊരു അഭിപ്രായം പൊതുജനം എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങളോട് പറയാറുണ്ട്. നല്ല കാര്യങ്ങൾ നിങ്ങൾ പണ്ട് ചെയ്യൽ, നിങ്ങളെ നല്ല കാര്യങ്ങൾ എന്താണെന്നില്ല, നല്ല എത്രയോ കാര്യങ്ങളില്ലേ ആ കാര്യങ്ങൾ. അതുപോലെ തന്നെ ഗവൺമെൻറ് ആശുപത്രികളിൽ നടക്കുന്ന പാവപ്പെട്ട രോഗികൾക്ക് എന്തെല്ലാം വിഷമങ്ങളുണ്ട് അതൊന്നും നിങ്ങൾ കാണുന്നില്ല. നിങ്ങളിപ്പം കാണുന്നതെന്നാൽ നിങ്ങളിങ്ങനെ നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നിങ്ങളെ ചാനലിന് ഗുണം കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഇത് മാത്രമേ നിങ്ങൾ എന്താക്കുന്നുള്ളൂ, നിങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ളൂ. ഈ ഒരു അഭിപ്രായം കൊണ്ട് എനിക്കെങ്കിലും പറയാറുണ്ട്. ഒത്തിരി ആർക്ക് എന്താക്കുള്ളൂ അറിയാം. അതവരത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് പഞ്ചായത്തിനൊക്കെ അപേക്ഷിച്ച് ഏറ്റവും സുതാര്യമായൊരു പഞ്ചായത്തിൻ്റെ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ട്. അതുമാത്രമല്ല മുഴുവൻ ആളുകൾ ഏകോപിപ്പിക്കാൻ ഈ പഞ്ചായത്തിന് സാധിക്കുന്നുണ്ട്. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു നല്ല പ്രവർത്തനം കാഴ്ചയൊക്കെ പഞ്ചായത്ത് കഴിയുന്നുണ്ട്. നേരത്തെ കഴിഞ്ഞ ടേം പ്രസിഡൻ്റായി സൂപ്പി തന്നെ കൂട്ടായ്മയിൽ നിന്ന് കൂട്ടായ്മയിലേക്ക് ഒരു പുതിയ ഒരു ടോപ്പിക്ക് മുൻനിർത്തിക്കൊണ്ട് ഒരു നല്ല പ്രവർത്തനം. അതോടുകൂടി പഞ്ചായത്തിൻ്റെ കാരണം വലിയ സംഘർഷഭരിതമായ പഞ്ചായത്തായിരുന്നു ഈ പഞ്ചായത്ത്. ഇപ്പോൾ